മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലറുമായി ബന്ധപ്പെട്ട് സന്തോഷ് പണ്ഡിറ്റ് ഒന്നൊന്നര മറുപടിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഇപ്പോ കേരള സ്റ്റോറിയുടെ ട്രെയിലർ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട വലിയ ബഹളം ഈ ഇടതുപക്ഷമുണ്ട്, കോൺഗ്രസ് ഒരു ഭാഗത്തുണ്ട്, സകല ജിഹാദികളും സകലരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ചാടി തുള്ളി നടക്കുന്നുണ്ട്. കുറെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, ചാടി വീണിട്ട് ബീഫ് പൊക്കി പിടിക്കലേ. ഈ ജാതി ഏതെങ്കിലും ഒരു മരമൊണ്ണക്ക് അന്തസ്സുണ്ടെങ്കിൽ തരം ആളുകളോടാ, അന്തസ്സുണ്ടെങ്കിൽ ഒരു കയ്യിൽ ബീഫും പൊക്കി പിടിച്ച് നടന്നോലോടാ, മറ്റേ കയ്യിൽ പന്നി പൊക്കി പിടിച്ച് ഇതേ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബഹളം വെക്കാൻ സാധിക്കോ? ഇതൊക്കെ ബോധമുള്ള മലയാളികൾക്ക് ചോദിക്കാനുള്ളതാ. ഒരു സാധാരണക്കാരന്റെ പ്രതിനിധി എന്ന രീതിയിലാ നമ്മൾ ഇത് ശക്തമായിട്ട് ഇത്തരം സകല ജിഹാദികളോടും കോൺഗ്രസിനോടും ഇടതുപക്ഷത്തോടൊക്കെ ഉറക്കെ ചോദിക്കുന്നത്. ഈ ബീഫ് പൊക്കി പിടിച്ച് നടന്ന് വലിയ സ്വാതന്ത്ര്യമാണല്ലോ ഇപ്പോ. എല്ലാ സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലറിൽ നിർബന്ധിച്ച് ബീഫ് കഴിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടേ വലിയ ബീഫ് പൊക്കി പിടിച്ചെടുക്കില്ല. ഈ പൊക്കി പിടിക്കുന്നത് പോലെ ഒരു കയ്യിൽ പന്നി പൊക്കി പിടിച്ച് ഇവിടെ ആരെങ്കിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറയോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഏതായാലും സന്തോഷ് പണ്ഡിറ്റ് കൊടുത്ത ആ ഒരു ചുട്ട മറുപടി എന്താണ് എന്നുള്ളത് ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. പണ്ഡിറ്റിന്റെ സിനിമാ നിരീക്ഷണം. ഇപ്പോൾ ഇന്ത്യയിലെ സിനിമാ ആരാധകർ മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയം വൻ വിജയമായ നാഷണൽ അവാർഡ് ജേതാവ് സുദീപ്തോ സെൻജി സംവിധാനം ചെയ്ത കേരള സ്റ്റോറി സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് ഡയറക്റ്റഡ് ബൈ കാമയ്ക്ക് നാരായൺ സിംഗ് ജി ട്രെയിലർ ആണല്ലോ. വെറും ഒറ്റ ദിവസം കൊണ്ട് 1,61,00,000 കൂടുതൽ വ്യൂവേഴ്സ് നേടി. യൂട്യൂബ് ട്രെൻഡിൽ ഒന്നാമത് എത്തിയെങ്കിലും ഈ ട്രെയിലർ കേരളത്തിൽ ചിലർ വിവാദം ആക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയ വസ്തുതകൾ: 1, അതിന്റെ തീം ലവ് ജിഹാദ് ആണെന്നും അങ്ങനെ ഒന്ന് കേരളത്തിൽ ഇല്ലെന്നും ചിലർ പറയുന്നു. അത് ശരിയാകാം. പക്ഷേ എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ സിനിമയുടെ സംവിധായകൻ കാമയ്ക്ക് നാരായൺ സിംഗ് ജിക്കും ഇല്ലേ? അവരുടെ പൈസക്ക് അവർക്ക് ശരിയെന്ന് തോന്നുന്നത് എടുക്കുന്നു. അത് നമുക്ക് കാണാതിരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഒരു സിനിമയെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. 2, ഈ രണ്ടാം ഭാഗത്തിൽ ട്രെയിലർ കാണിക്കുന്ന ഒരു രംഗമാണ് കേരളത്തിൽ ചിലർ വിവാദമാക്കിയത്. അതിലൊരു യുവതിയെ നിർബന്ധപൂർവം ബീഫ് കഴിപ്പിക്കുന്ന രംഗമുണ്ട്. അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്നവർ അറിയാൻ ഈ പോസ്റ്റ് വായിക്കുക എന്നിട്ടൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലുള്ള വാർത്തയുടെ സ്ക്രീൻഷോട്ടാണ്, ഇന്ത്യ ടുഡേയുടെ വാർത്തയുടെ ലിങ്കാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അതിന്റെ സ്ക്രീൻഷോട്ടാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ കൃത്യമായിട്ട് മധ്യപ്രദേശിൽ ഒരു സ്ത്രീയെ മതം മാറ്റാനോ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. അതായത് കേരള സ്റ്റോറി 2 ട്രെയിലറിൽ കണ്ട നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന വിഷയം മധ്യപ്രദേശിൽ മതം മാറ്റാൻ വേണ്ടിയിട്ട് നടന്നിട്ടുണ്ട്. ഒരു സ്ത്രീ പരാതി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ന്യൂസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഈ ന്യൂസ് ലിങ്ക് നിങ്ങൾ നോക്കുക. ഇത് ശരിക്കും മധ്യപ്രദേശിൽ സംഭവിച്ച കാര്യമാണ്. ആ യുവതി ഭർത്താവിന് എതിരെ പോലീസ് കേസ് കൊടുത്തിരുന്നു. അല്ലാതെ എഴുത്തുകാരന്റെ ഭാവന സൃഷ്ടി അല്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇനി നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. 3, ഇനി ട്രെയിലർ നോക്കി മലയാളി പെൺകുട്ടി എന്തുകൊണ്ട് മലയാളം പറയുന്നില്ല, ഹിന്ദി എന്തിനു പറഞ്ഞു എന്നതിനുള്ള ഉത്തരം ട്രെയിലറിൽ ആദ്യമേ മധ്യപ്രദേശി എന്ന് കാണിക്കുന്നുണ്ട്. കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് എന്നാൽ കേരള സ്റ്റോറി കേരളത്തിന് അപ്പുറം സംഭവിക്കുന്ന കഥ എന്നാണ് അർത്ഥം. കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും അതുപോലെ നടക്കുന്നു എന്നാവാം ഉദ്ദേശിച്ചത്. അല്ലാതെ ബീഫ് തീറ്റിച്ച കഥ കേരളത്തിൽ നടന്നു എന്നല്ല. മധ്യപ്രദേശിൽ നടന്ന ഒറിജിനൽ സംഭവം വെച്ച് ഇൻസ്പയർ ആയി സിനിമ ആക്കിയതാകാം. ഇത്രയും കാര്യങ്ങൾ പുറമെ നിന്നും നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ്. 100% സത്യമാണെന്നോ അവർ കഥയിൽ പറഞ്ഞതൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ് ആണെന്നോ ഞാൻ പറയുന്നില്ല. അങ്ങനെ നോക്കിയാൽ മലയാളത്തിൽ ഇറങ്ങുന്ന പല സിനിമയും പ്രൊപ്പഗണ്ട സിനിമ അല്ലേ? പല സിനിമകളിലും കറുപ്പെടുത്ത വില്ലൻ, സവർണനായ വില്ലൻ എക്സെട്ര കാണിക്കുന്നു. ചിലരുടെ മതം, ചിലരുടെ രാഷ്ട്രീയമൊക്കെ അവരുടെ പൈസക്ക് സിനിമ എടുത്ത് നാട്ടുകാരെ
കാണിക്കുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഇറ്റ് ഈസ് യുവർ ചോയ്സ്. വാൽ കഷ്ണം. ബാക്കി സിനിമ തിയേറ്ററിൽ നിന്നും കണ്ട് നമ്മൾ വിലയിരുത്തുക. സിനിമയെ ഒരിക്കലും പേടിക്കേണ്ടതില്ല. സിനിമയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് മലയാള സംവിധായകർക്ക് ഉള്ളതുപോലെ ഹിന്ദി സംവിധായകർക്കുമുണ്ട്. സിനിമയെ സിനിമയായി കാണുക. വിവാദം ഇതോടെ അവസാനിപ്പിക്കുക. എത്ര സുന്ദരമായിട്ടാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ സന്തോഷ് പണ്ഡിറ്റ് ചുട്ട മറുപടി കൊടുത്തിട്ടുള്ളത്. ഓരോ ആളുകളും തിരിച്ചറിയണോ? സന്തോഷ് പണ്ഡിറ്റ് എണ്ണി തെളിവ് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഈ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചവർ മനസ്സിലാക്കുക, മധ്യപ്രദേശിൽ നടന്നിട്ടുണ്ട്. അതാണ് സിനിമയിൽ കൊടുത്തിട്ടുള്ളത്. അല്ല, ഈ പറയുന്നത് പോലെ രാജപ്പന്റെ എമ്പുരാൻ സിനിമക്ക് മാത്രം മതിയോ ആവിഷ്കാര സ്വാതന്ത്ര്യം? ഇവിടെ മുഖ്യമന്ത്രി മുതൽ സകല ആളുകളും ഒരു ചോദ്യം തയ്യാറാക്കിയതിന് കൈവെട്ടിയ ടീമുണ്ട്, സകലരുണ്ട്. അവർക്കിപ്പോ കൈവെട്ടാനോ തലവെട്ടാനോ ഓടാൻ പറ്റൂലല്ലോ. മോദി ചിറകരിഞ്ഞിട്ടുണ്ടല്ലോ പോപ്പുലർ ഫ്രണ്ടിന്റെ. അതുകൊണ്ട് അവർ അടിങ്ങുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടക്കുന്നുണ്ട്. ഇവിടെ സകല മലയാളികളും തിരിച്ചറിയാം, എമ്പുരാൻ സിനിമന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്, രാജപ്പന്റെ തോന്നിവാസത്തിന് ഇവിടെ ഉറഞ്ഞു തുള്ളി, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഉറഞ്ഞു തുള്ളിയ സകലരും ഇപ്പോ ഈ സിനിമക്കെതിരെ ഉറഞ്ഞു തുള്ളുക. ഇതുറക്കാനേ പാടില്ല എന്ന്. എന്ത് കേരള എന്ന് പേരിട്ട്? കേരള വിമാരുടെ ആരുടെങ്കിലും അപ്പന്റെ പേരാണോ കേരള എന്ന് പേരിട്ടെടുത്ത് അറിയാൻ? ഇത് ഇവിടെ ഒരു ബോധമുള്ള സമൂഹമുണ്ട്, ഇവിടെ ഒരു ബോധമുള്ള മലയാളി സമൂഹമുണ്ട്. അവരിത് കാണും. ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, ഈ കേരള സ്റ്റോറി 2ാം ഭാഗം കേരളത്തിൽ ഇറങ്ങുന്ന സമയത്ത് ട്രെയിലർ ഇറങ്ങിയതിനാണ് ഇത്രയും കുരുട്ടത്. ഈ കേരള സ്റ്റോറിയുടെ 2ാം ഭാഗം ഇറങ്ങുന്ന സമയത്ത് തിയേറ്ററുകളിൽ എത്തുമ്പോ ഒരുത്തരും അങ്ങോട്ട് പോയാൽ വെറുതെ കയറ്റില്ല, ക്യാഷ് കൊടുക്കണം. ടിക്കറ്റ് ക്യാഷ് കൊടുത്താലേ കയറ്റൂ. ഈ എതിർപ്പുള്ള ആളുകൾ സിനിമ കാണണ്ടെന്നേ ആരും ഇവിടെ നിർബന്ധിക്കുന്നില്ല, ഒരാളും നിർബന്ധിക്കുന്നില്ല. സിനിമ കാണണ്ട. എന്താ പ്രശ്നം? കാണണ്ട, പ്രശ്നം തീർന്നില്ലേ? അപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു ഭാഗത്തിന് മാത്രമല്ല, സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞതുപോലെ മലയാള സിനിമക്ക് മാത്രം പോരാ, ഹിന്ദി സിനിമാക്കാർക്ക് വേണം. ജാതി ഉറഞ്ഞു അല്ല. ഞാൻ ലളിതം, ഇവിടെ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു ഇവിടെ വലിയ ബഹളാണല്ലോ. ലളിതമായിട്ടൊരു ചോദ്യമാണ്. സർക്കാർ ഇപ്പോ മലബാർ മിസ്റ്ററി എന്ന് പറഞ്ഞ് ബ്രാൻഡിക്ക് പേരിട്ടിട്ടുണ്ട്. അപ്പോ മലബാർ മിസ്റ്ററി എന്ന് പേരിട്ടത് കൊണ്ട് മലബാറിലെ സകല ആളുകളും ബ്രാൻഡി അടിയന്മാരാണ്, കള്ളോടിയന്മാരാണ് എന്ന് ആരെങ്കിലും പറയൂ? ലളിതമായ ചോദ്യ. അപ്പൊ അതിനെതിരെ ആർക്കും പ്രശ്നമൊന്നുമില്ല. ബീഫ് ഇങ്ങോട്ട് വന്ന സമയത്ത് ചാടി വീയ. ഈ ബീഫൊക്കെ ആയി ബന്ധപ്പെട്ട് ശരിയാണ്, അത് കഴിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അവരുടെ പിന്നാലെ എന്തിനു പോവാ? അവരെ പിന്നാലെ പോകുന്ന ആളുകൾ എന്തുകൊണ്ടാണ് പന്നി പൊക്കി പിടിച്ച് നടക്കാത്തത്? അപ്പൊ അവർക്ക് ലക്ഷ്യം ഉണ്ടല്ലോ. ഇവിടെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള കുറെ ആളുകൾ ബീഫ്, കേരളത്തിൽ ബീഫ്, ഇതേ ശൈലി എന്താ? കേരളത്തിൽ പന്നി എന്ന് പറഞ്ഞാൽ ആരും ഓടാത്തത്? ഒരു ഭാഗത്ത് നിന്ന് പോരാ. ഇത് എല്ലാവരെയും റെസ്പെക്ട് ചെയ്യണം. പന്നിയായിട്ട് ആരെ പിന്നാലെ ഓടാനല്ല വരുന്നത്. അത് കഴിക്കാത്തവരെ പിന്നാലെ അതുമായിട്ട് ഓടരുത്. ബീഫ് ചെയ്യാത്ത ആളുകളെ പിന്നാലെ അതുമായിട്ട് ഓടരുത്. അതല്ലേ മാന്യത, അതല്ലേ അന്തസ്. ഇത് ബീഫ് ഇവിടെ നിർബന്ധിച്ച് ചെയ്തിട്ടുണ്ട്. മധ്യപ്രദേശിൽ നിർബന്ധിച്ച് ചെയ്ത വാർത്തകളുണ്ട്. ഇനി സിനിമയല്ലേ? സിനിമയിൽ ഇപ്പോ സഹോദരന്മാരെ കൊല ചെയ്യുന്ന വിഷയങ്ങൾ അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പൊ അതൊക്കെ കേരളത്തിൽ ഒരു സിനിമ ഇറങ്ങിയാല് കേരളത്തിലെല്ലാവരും ഈ സഹോദരന്മാരെ കൊല്ലാണോ എന്ന് പറഞ്ഞ് ഇവിടെ ആരെങ്കിലും ബഹളം വെക്കുന്നുണ്ടോ? അപ്പൊ ഒരു സിനിമ ഇറങ്ങുമ്പോ അതിന് ട്രെയിലറിനെ പോലും ഭയക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ചില ആളുകള്, ചില ജിഹാദികള് അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിൽ പേടിക്കുന്നില്ല എന്ന് തന്നെയല്ലേ ബോധമുള്ള മലയാളികൾ ചിന്തിക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു സിനിമ ഇറങ്ങുന്നു, അത് കാണുന്നു, വേണ്ടവർ കാണുന്നു, അല്ലാത്തവർ കാണാതിരിക്കുന്നു, അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നു, മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കാതെ പോകുന്നു. ഇതിലപ്പുറമൊന്നുമില്ല. പക്ഷേ ഇങ്ങനൊരു സിനിമയുടെ ട്രെയിലർ ഇറങ്ങുന്നതിന് എതിരെ വരെ ഇടതുപക്ഷവും കോൺഗ്രസും ജിഹാദികളും ജമാഅത്ത് സകല ആളുകളും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് എതിർക്കുന്നുണ്ടെങ്കിൽ ഇത്തരം നടപടികൾ, ഇത്തരം നിർബന്ധിക്കലുകളുമായിട്ട് ആരെങ്കിലും കേരളത്തിൽ ഇറങ്ങാനോ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ബോധമുള്ള മലയാളികൾ ചിന്തിക്കേണ്ട അവസ്ഥയിലേക്കല്ലേ ഈ കാര്യങ്ങളൊക്കെ ചർച്ചയുമായിട്ട് ഇപ്പോ ഈ ചർച്ചകളും ഈ പ്രശ്നങ്ങളും ഇതിനെതിരെ ഉറഞ്ഞതുള്ളത് കാണുമ്പോ മലയാളികൾ പിന്നെ എന്താണ് ചിന്തിക്കേണ്ടത്? ട്രെയിലറല്ലേ വന്നിട്ടുള്ളൂ, സിനിമ ഇറങ്ങട്ടെ, കാണാൻ താല്പര്യമുള്ളവർ കാണട്ടെ. അതിലിപ്പോ എന്താണ് ഇത്ര പ്രശ്നം? തീരെ മനസ്സിലാവുന്നില്ല.